അതെല്ലാം സാജു തുടരൂ. സാജുവിലേക്ക് വരാം. ഇപ്പോൾ രാജു പി നായർ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ രാജു പി നായർ, ജോൺ മുണ്ടക്കയത്തിന്റെ ലേഖനം വായിച്ചിരുന്നോ? അല്ല, ഞാൻ മുഴുവനായിട്ട് വായിച്ചിട്ടില്ല. എന്നോട് നിങ്ങൾ പറഞ്ഞതനുസരിച്ചിട്ടുള്ള ഒരു പ്രതികരണമാണ് ഞാൻ ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും ഇതിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നമുക്ക് ഒരു അതിശയവും തോന്നുന്നില്ല. കാരണം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു, കുറെ നുണകളിൽ കെട്ടിപ്പൊക്കിയ ഒരു ആരോപണമായിരുന്നു സോളാർ ആരോപണം എന്നുള്ളത്. അത് പിന്നീട് വന്നിട്ടുള്ള അന്വേഷണങ്ങളെല്ലാം അത്തരത്തിൽ നുണകളുടെ ഒരു കൂമ്പാരമായിരുന്നു സോളാർ കേസ് എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടാണ്. അതില് ഈ പരാതിക്കാരി ഉന്നയിച്ച ആരോപണങ്ങളും ആ ആരോപണങ്ങളെ തുടർന്ന് പിന്നീടുണ്ടായിരുന്ന ലൈംഗിക ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഇന്ന് കോടതികളിൽ പല നേതാക്കന്മാർക്കെതിരെ ഉണ്ടായിരുന്ന ആരോപണങ്ങളും കുറ്റവിമുക്തരായിട്ട് നിൽക്കുന്ന സമയമാണ്. രാഷ്ട്രീയ കേരളത്തോട് CPM ചെയ്ത പൊറുക്കാനാവാത്ത ചതിയാണ് സോളാർ കേസ്. ആ സോളാർ കേസ് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ഇന്ന് ഇടതുമുന്നണിയിലെ മന്ത്രിയായിട്ടിരിക്കുന്ന ശ്രീ ഗണേഷ് കുമാറിന് അതിനകത്തുള്ള പങ്കും എന്താണെന്നത് വളരെ വ്യക്തമായിട്ട് പുറത്തു വന്നതാണ്. ഒരു കോടതി വിധിയിൽ തന്നെ ഗണേഷ് കുമാർ ഇതിനകത്ത് നടത്തിയ ഗൂഢാലോചനയെ സംബന്ധിച്ച്, ക്രിമിനൽ ഗൂഢാലോചനയെ സംബന്ധിച്ച് കോടതിയിൽ തന്നെ വെളിവാക്കപ്പെട്ടു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. CBI കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് കുറ്റകരമായ ഗൂഢാലോചന ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്നതാണ്. ഇന്നത്തെ ഈ മന്ത്രിസഭയിൽ പിണറായി വിജയൻ ഗണേഷ് കുമാറിനെ സംരക്ഷിക്കുന്നത് തന്നെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPMന്റെ നേതൃത്വം ഇത്തരത്തിലുള്ള കള്ളക്കഥ മെനയുന്നതിനും ആ കള്ളക്കഥ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും പ്രഗത്ഭനായിരുന്ന ഏറ്റവും ജനകീയനായിരുന്ന ഒരു മുഖ്യമന്ത്രിയെ ഈ സംസ്ഥാനത്തിന് മുന്നിൽ, ഈ നാടിന് മുന്നിൽ ഒരു കുറ്റക്കാരനായി ചിത്രീകരിക്കാൻ വേണ്ടി നടത്തിയ ഗൂഢശ്രമമാണ്. രാഷ്ട്രീയ മാന്യതയ്ക്ക് അല്പമെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പിണറായി വിജയനും ഗണേഷ് കുമാറും ഉൾപ്പെടെ ഈ സോളാർ കേസിന്റെ ആസൂത്രകരായിരുന്നവർ രാജിവെച്ച് പുറത്തു പോവുകയാണ് വേണ്ടത്. സമൂഹത്തോട് മാപ്പ് പറയുകയാണ് വേണ്ടത്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഏറ്റവും ജനകീയനായ ഒരു മുഖ്യമന്ത്രിയെ ഒരു വെറും ഒരു ലൈംഗിക ആരോപണത്തിൽ വരെ കൊടുക്കുന്ന മാനസികാവസ്ഥയിലേക്ക് അധികാരത്തിന് വേണ്ടി എത്തിയ ജനങ്ങളാണ്, എത്തിയ നേതൃത്വമാണ് CPMന്റേത്. ഇന്ന് അതെല്ലാം പൊളിഞ്ഞിരിക്കുന്നു. അവരുടെ അണികളെ പോലും വഞ്ചിച്ചു എന്നുള്ളതാണല്ലോ ഇന്നത്തെ വെളിപ്പെടുത്തൽ വരുന്നത്. ഒരു സമരം ശ്രീ രാജു പി നായർ, അങ്ങനെയാണെങ്കിൽ ഈ CPMന്റെ ഒത്തുതീർപ്പിന് കോൺഗ്രസ് എന്തിനു നിന്നുകൊടുത്തു എന്നുള്ളൊരു ചോദ്യം കൂടി സ്വാഭാവികമായും ഉയരില്ലേ? അല്ല, കോൺഗ്രസ് നിന്ന് കൊടുക്കുന്നല്ലോ, ഗവൺമെന്റിനെതിരെ സമരം ചെയ്യുന്നു. ഏതൊരു ഗവൺമെന്റിന്റെയും പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം ആ സമരക്കാരുടെ ആ സമരം അവസാനിപ്പിക്കാൻ വേണ്ടി പറയുന്ന നടപടിയാണ്. ആ നടപടി എടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം ഞങ്ങൾ ഒരിക്കലും അന്വേഷണത്തെ ഭയപ്പെട്ടില്ലല്ലോ. ഈ കേസ് രജിസ്റ്റർ മുതൽ UDF അല്ലേ, LDFന്റെ കാലത്ത് വന്നിട്ടുള്ള ഏതെങ്കിലും അഴിമതി കേസിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നടപടികളിലോ ഗണേഷ് കുമാറിനെതിരെ കോടതിയിൽ CBI തന്നെ സത്യവാങ്മൂലം കൊടുത്തതിൽ പറഞ്ഞ കാര്യത്തിനോ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പിണറായി വിജയൻ തയ്യാറായോ? കാരണം എന്താ, പിണറായി വിജയന്റെ കയ്യിൽ സത്യത്തിന്റെ കരുത്തില്ല. പിണറായി വിജയൻ കള്ളത്തിന്റെ പുറത്താണ് മുഖ്യമന്ത്രിയായത് എന്ന് അദ്ദേഹത്തിന് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാം. അതേസമയം ഉമ്മൻചാണ്ടിക്ക് സത്യത്തിന്റെ കരുത്തുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിക്കും UDFനും സത്യത്തിന്റെ കരുത്തുണ്ടായതുകൊണ്ട് ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ജുഡീഷ്യൽ കമ്മീഷന് മുമ്പിൽ ഒരു മുഖ്യമന്ത്രി പോയി മണിക്കൂറുകളോളം ഇരുന്ന് തന്റെ ഭാഗം വിശദീകരിക്കാൻ തയ്യാറായത്. അല്ലാതെ പിണറായി വിജയനെ പോലെ കോടതിയിൽ പോയി ആ അന്വേഷണത്തെ ചോദ്യം ചെയ്യലിനെയും അട്ടിമറിക്കാൻ അദ്ദേഹം ശ്രമിച്ചില്ല. അത് സത്യത്തിന്റെ കരുത്താണ്. ആ സത്യത്തിന്റെ കരുത്തുള്ള ഒരു ഗവൺമെന്റിന്, ഒരു മുഖ്യമന്ത്രിക്ക് ഏത് അന്വേഷണവും പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ ഏത് അന്വേഷണത്തിനും തയ്യാറായിരുന്നു. പക്ഷെ CPM അവരുടെ അനുയായികളോട് ചെയ്തതെന്താ, അവരുടെ അണികളോട് ചെയ്തതെന്താ? എത്രമാത്രം വലിയ പ്രചണ്ഡമായ പ്രചരണം കൊടുത്തുകൊണ്ട് ആ സർക്കാരിനെ താഴെ ഇറക്കാൻ പോകുന്ന ഒരു സമരം എന്നുള്ള രീതിയിലാണ് സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് വന്നത്. എത്രമാത്രം കാസർഗോഡ് മുതലുള്ള പ്രവർത്തകർ ആ മുദ്രാവാക്യത്തിൽ വിശ്വസിച്ച് ഇവരുടെ രാഷ്ട്രീയ ഒരു നാടകത്തെ തിരിച്ചറിയാതെ വന്ന പ്രവർത്തകരെ വഞ്ചിക്കുന്ന നിലപാടല്ലേ ഇവരെടുത്തത്. ആ കുറ്റത്തിന് കൂടി ഇന്ന് പിണറായി വിജയൻ മറുപടി പറയണം. CPM എന്ന പാർട്ടിയുടെ അണികളെ പോലും വഞ്ചിച്ച ഒരു നരാധമനെ പോലെ ഒരു നീചമായ കൃത്യം ചെയ്ത പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയോട് കാണിച്ച നെറിയേടിലും കേരള സമൂഹത്തോട് മാപ്പ് പറയണം. ശരി, നന്ദി ശ്രീ രാജു പി നായർ.